ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കാണുന്നത് എൻ്റെ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ ചെയ്യാവുന്ന ഒരു ഫ്രഞ്ച് ക്രേപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ഇളം ചൂടുള്ള 1 കപ്പ് പാലും 1 കപ്പ് ഓൾ പർപ്പസ് അല്ലെങ്കിൽ മൈദ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ വേണ്ടത് ഇളം ചൂട് വെള്ളമാണ്. അതും 1/2 കപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ 4 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഉരുക്കി വെച്ചിട്ടുണ്ട്. മെൽറ്റ് ചെയ്ത ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഇളം ചൂടുണ്ട് അതിനും. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള 4 മുട്ടയുമാണ്. അപ്പം ഞാൻ കുറച്ച് നേരം എടുത്ത് വെളിയിൽ വെച്ചു. ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചിരുന്നതിന് ശേഷം എടുത്തിട്ടുള്ള മുട്ടയാണ്. പിന്നെ ഉപ്പ് വേണം. പിന്നെ നമുക്ക് പാനിൽ നമ്മൾ ദോശയൊക്കെ ഇടുമ്പോൾ പുരട്ടി കൊടുക്കില്ലേ, അതുപോലെ ഇടാൻ വേണ്ടി കുറച്ച് ബട്ടറും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. എല്ലാം ഇളം ചൂടോടുകൂടി വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല വെള്ളം പോലെ നമ്മുടെ നീർദോശയുടെ ഒക്കെ മാവില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. നല്ല നീളത്തിലാണ് ഇത് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് രാവിലെയൊക്കെ പെട്ടെന്നൊക്കെ പിള്ളേർക്ക് സ്കൂളിലൊക്കെ പോകാനായിട്ടൊക്കെ കൊടുത്തു വിടാനും അതുപോലെ കഴിച്ചിട്ട് പോകാനും ഒക്കെ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കിത് ഫാൻസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല പതയുണ്ടാവും അതിൻ്റെ മേളിൽ. അപ്പോൾ ആദ്യം ഞാനൊരു ചെറിയ പാനാണ് അടുപ്പയിൽ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു കാൽ കപ്പിൻ്റെ അളവിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു. പിന്നീടാണ് ഞാൻ കുറച്ചും കൂടി വലുതായിട്ട് ഉണ്ടാക്കാൻ മോൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ ദോശയുടെ പാനാണ് വെച്ചിരിക്കുന്നത്. അതിന് 10 ഇഞ്ച് വട്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/2 കപ്പിൻ്റെ മെഷറിങ് സ്പൂണിലാണ് ഞാൻ ഈ മാവ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തുന്ന ഉടനെ തന്നെ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഓട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കുറച്ച് മാവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി നല്ല കറക്റ്റായിട്ട് ഇതൊന്ന് വട്ടത്തിലാക്കിയെടുക്കാം. അത് നല്ല വെള്ളം പോലുള്ള മാവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പാത്രം അടുപ്പയിൽ വെച്ചിരിക്കുന്നത് ഒരു മീഡിയം തീയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരുപാട് അങ്ങ് മൂത്ത് പോവുകയും അതുപോലെ തന്നെ ഒരുപാട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും, ദോശ പോലെ തന്നെ. അപ്പോൾ ഇത് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ ഞാൻ എല്ലാ ക്രേപ്സും ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രഞ്ച് ക്രേപ്പ് എല്ലാം നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നുണ്ട്. വളരെ സോഫ്റ്റ് ആൻഡ് എയറിയാണ് കേട്ടോ. ഇത് കണ്ടോ, വളരെ തിന്നാണ്. നമ്മുടെ നാട്ടിൽ മടക്കസാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന അതിലൊക്കെ വളരെ സോഫ്റ്റ് ആൻഡ് എയറിയാണ് ഈ ഫ്രഞ്ച് ക്രേപ്പ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പലരും പല രീതിക്കാണ് ഇത് വിളമ്പാം. ഫോർ എക്സാമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചിലർ ഇങ്ങനെ മടക്കി ഒരു ടവൽ പോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വെക്കാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പലരും ഇതിനകത്ത് എന്താ പറയുക, സ്ട്രോബെറി പ്രിസർവ് അല്ലെങ്കിൽ ജാം അങ്ങനെ എന്തെങ്കിലും ചേർത്തതിന് ശേഷം ഇതുപോലൊരു ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് ഇതും ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ വെക്കാറുണ്ട്. എന്നിട്ട് ചുറ്റും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് പ്രസൻറ്റ് ചെയ്യാം. ഒരു പോക്കറ്റ്, ഒരു എൻവലപ്പ് പോലെ. ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, അപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് റാസ്ബെറി പ്രിസർവ്സ് അല്ലെങ്കിൽ റാസ്ബെറി ജാം അല്ലെങ്കിൽ സ്ട്രോബെറി ജാം അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രൂട്ട് ജാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ജാം ആണെങ്കിലും ഇതിനുള്ളിൽ വെക്കാം. ഓക്കെ, പിന്നെ ഈ ക്രേപ്സ് നമുക്ക് സ്വീറ്റായിട്ടും സേവറി ആയിട്ടും ഉണ്ടാക്കാം. ചീസ്, മഷ്റൂം അങ്ങനെയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പം ഞാനിതിപ്പോൾ ഒരുപാട് മധുരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ, എനിക്ക് പ്രത്യേകിച്ച് മധുരം അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടാവും. അതേസമയം എൻ്റെ മോനൊക്കെ ആണെങ്കിൽ ഇത് ഡബിൾ ദി എമൗണ്ടൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം. എന്നിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തു. എന്നിട്ട് ഞാനൊരു ഇങ്ങനെ ഒരു ഭംഗിയായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി ഒക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് ഫ്രൂട്ട്സൊക്കെ വെക്കാം. രാവിലെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ.
അതുപോലെ തന്നെ ഇതേ കുറച്ച് ബ്ലൂബെറിയും നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും തന്നെ ചെയ്യാം. പിന്നെ ഞാൻ ഒരു അഡീഷണൽ സ്റ്റെപ്പ് ചെയ്തു. ഇതൊരു അത്യാവശ്യമൊന്നും അല്ല, പക്ഷേ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും എനിക്ക് ചോക്ലേറ്റ് കുറച്ച് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. ഇത് ചോക്ലേറ്റ് ഗനാഷാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ജസ്റ്റ് ഒരു, അപ്പം നമുക്കിത് കഴിക്കുമ്പോൾ ഇല്ലേ ഒരു ചെറിയ ഹിൻ്റൊക്കെ കിട്ടും. ഒരു ഭംഗിക്ക് വേണ്ടി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ വിപ്പ് ക്രീമും ചേർക്കാം, അത് നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇതിപ്പോൾ ഇവിടെ വിപ്പ് ക്രീം എനിക്കിഷ്ടമാണ്, അധികം മധുരം ഇല്ലാത്തതുകൊണ്ടേ. വിപ്പ് ക്രീമും കൂടെ ചേർത്താൽ അത് പെർഫെക്റ്റ് ഫ്രഞ്ച് ക്രേപ്പായി. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വാലന്റൈൻസ് ഡേക്കാണ് ഉണ്ടാക്കിയത്. ഏത് സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഒരു മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യാവുന്ന തരം റെസിപ്പിയാണ്. വളരെ ഈസിയാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് പേരിലൊക്കെ ഭയങ്കര വിദേശിയാണെങ്കിലും എല്ലാ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൂടി ഒരു മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് കറക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് സാധാരണ എന്നും ഇങ്ങനെ പുട്ടും അപ്പം ഒക്കെ അല്ലേ, അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസം കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.